ഗൈസ്, ആക്ച്വലി ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു കോമഡി വീഡിയോ ആവാനാണ് ചാൻസ്. ബിക്കോസ് ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ്. ആൻഡ് ഞാനൊരു ഉപ്മാ സ്പെഷ്യലിസ്റ്റ് അല്ല. അപ്പോൾ ഉപ്മാ ഉണ്ടാക്കി കൊളാവൂ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, എനിക്ക് ഡയറ്റ് നോക്കിയാലേ പറ്റുമോ. അപ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണ്ടേ. പിന്നെ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, ഓട്സിന്റെ ഉപ്മാ നല്ല ടേസ്റ്റ് ആണ്. അപ്പം നമുക്ക് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊളായാൽ നിങ്ങളതൊരു കോമഡി വീഡിയോ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. സെറ്റ് ആയിട്ടുണ്ട് ഇതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ആദ്യം നമ്മൾ അടുപ്പത്ത് പാത്രം വെച്ച് നന്നായി ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഓട്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കടുവറ എന്ന് അങ്ങനെ ഇളക്കുക. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് പേടിയോട് വേണം ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്റെ ഉപ്പുമാവ് മര്യാദയ്ക്ക് സന്തോഷത്തോടു കൂടി കഴിക്കുന്ന ഒരേ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് വൈശാഖേട്ടനാണ്. അതാണല്ലോ നമുക്ക് വേണ്ടതും. കാരണം അത്രയും വായിക്ക് വെക്കാൻ പറ്റാത്തൊരു ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നെ തിന്നാൻ പറ്റാതെ ഞാൻ മാറ്റി വെച്ച് പോയി നോക്കും. എന്റെ ഏട്ടനുണ്ട് സാമ്പാറും കൂട്ടി നല്ല അടിപൊളിയായിട്ട് അത് കഴിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം. ഞങ്ങൾ പിന്നെ വീടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഏട്ടൻ ജീവിക്കും. ഞാൻ പട്ടിണി ചത്താലും ഏട്ടൻ ജീവിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിത് ഉണ്ടാക്കി നോക്കിയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. അത് അത്യാവശ്യം ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഓവർ ആവാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ കുറെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഇപ്പൊ ഉണ്ടാക്കി വെക്കുന്നത്. ഇതിലിപ്പോൾ പല തെറ്റുകളും ഉണ്ടാകും. ഞാൻ ആദ്യമായിട്ടാണ് ഓട്സിന്റെ ഉപ്മാ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ബൈ ദ ബൈ ഇത് എന്താവുന്നെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിനാ ഞാൻ ഇങ്ങനെ പേടിക്കണല്ലേ? ഒരു ഉപ്പുമാവല്ലേ, നന്നായില്ലെങ്കിൽ കളയണം, അത്രേ ഉള്ളൂ. പക്ഷേ രാത്രി എന്തെങ്കിലും ഞം തിന്നണ്ടേ. ഇതുകൊണ്ട് നിങ്ങൾക്ക് ലൈറ്റിന്റെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. കാരണം എനിക്ക് റിംഗ് ലൈറ്റ് മുകളിലാണുള്ളത്. അത് താഴേക്ക് എടുത്തുകൊണ്ട് വരാനുള്ളൊരു ആവത് എനിക്കോ എൻ്റെ അമ്മായിമ്മയ്ക്കോ ഇല്ലാത്തത് കൊണ്ട്, പിന്നെ എൻ്റെ ആകെ ഇവിടെയുള്ള ഒരു ആന്തരി അല്ലൂസ് ആയതുകൊണ്ട് എനിക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഈ ലൈറ്റ് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഈ വ്ളോഗിൽ. ഓക്കെ, ഒരു റിംഗ് ലൈറ്റ് കൂടെ താഴെ മുകളിലൊക്കെ വാങ്ങാൻ അത്രമാത്രം റിച്ച് അല്ലല്ലോ നമ്മൾ. അപ്പൊ നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. അത് ഏകദേശം ആയി എന്നാ തോന്നുന്നത്. കല്യാണിനോട് ഞാൻ പറഞ്ഞത് എൻ്റെ ഓട്സിന്റെ ഉപ്പുമാവ് സ്പെഷ്യൽ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്, ഞാൻ ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാഗ്യം ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അത്രയ്ക്ക് എല്ലാവർക്കും എൻ്റെ വിശ്വാസമാണ് ഗൈസ്. ഞാൻ ഉണ്ടാക്കാൻ കേട്ടോ. ഗൈസ്, ഓട്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, ക്യാരറ്റ്, ചെറുത് ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഒരു ഉണക്കമുളക്, പിന്നെ മല്ലിയില വേണമെങ്കിൽ ഇടാം കേട്ടോ. അത്രയും സാധനങ്ങൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുരുമുളകല്ലോ കടുക് ഇടണം, കറിവേപ്പില ഇടണം. പക്ഷെ ഈ രാത്രിക്ക് പുറത്ത് പോയി പറിക്കുന്നത് ടാസ്ക് ആയതുകൊണ്ട് ഞാൻ പറിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ തന്നെ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ. പക്ഷെ ഇതിനധികം വെള്ളം വേണ്ടാന്ന് മാത്രം. അതവിടെ വേവുമ്പോഴത്തേക്കും ഇതാ ഞാനിവിടെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ക്യാരറ്റ് വേവിക്കുക, പിന്നെ തിളപ്പിച്ചാറിയ പാലിൽ അങ്ങോട്ട് അടിക്കുക. മധുരം ഒന്നും പറ്റൂലല്ലോ. അങ്ങനെ ക്യാരറ്റ് ജ്യൂസും റെഡി, ഉപ്പുമാവും റെഡി. സാധാരണ അങ്ങനെ എന്ത് വെറൈറ്റി ഉണ്ടാക്കിയാലും എൻ്റെ മുയൽ കുഞ്ഞു എന്ന് പറയുന്നത് അച്ഛനായിരുന്നു കേട്ടോ. അച്ഛനാണ് എൻ്റെ ഏര. അച്ഛൻ ഇത്തവണ അവിടെ എല്ലാം മാത്രമല്ല, എനിക്ക് ഷുഗർ ആയതിനു ശേഷം എല്ലാവരും എല്ലാം എൻ്റെ തലയിലേക്കാണ് ഇടാറ്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ഉണ്ട് ഗൈസ്, ഞാൻ പോയി കഴിക്കട്ടെ.